ഡിജിറ്റൽ ഇന്ത്യ രാജ്യത്ത് ക്ലച്ച് പിടിച്ചതോടെ അല്ലെങ്കിൽ ചൂട് പിടിച്ചതോടുകൂടി വളരെ വലിയ സൈബർ തട്ടിപ്പുകൾക്കും നമ്മൾ ഇരയാകുന്നുണ്ട്. പലപ്പോഴും കോളുകൾ നമ്മുടെ ഫോണിലേക്ക് വരും, നിങ്ങളെ വെർച്വലി അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പാസ്വേഡ് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ബാങ്കിൽ ഒരു OTP വന്നിട്ടുണ്ട്, ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, അതൊക്കെ പറഞ്ഞു തരൂ എന്നുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആൾക്കാർ, ഒരുപാടെന്ന് പറഞ്ഞാൽ വിരളിൽ എണ്ണാൻ പറ്റാത്തത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൽ കുടുങ്ങിപ്പോകുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ ഇപ്പോൾ ഒരുപാട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനൊരു പ്രതിവിധി എന്ന വണ്ണം ഫോൺ വിളിക്കുന്നയാളുടെ പേര് സ്ക്രീനിൽ പ്രദർശിപ്പിക്കണമെന്ന പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം മൊബൈൽ സേവനദാതാക്കൾക്ക് നിർദ്ദേശം നൽകി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ട്രൂ കോളർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ട്രൂ കോളറാണ് വലിയ രീതിയിൽ ഇത് ഉപയോഗിച്ചു വരുന്നത്. അത് ഉപയോഗിക്കാത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. എന്തായാലും ട്രൂ കോളറിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡാറ്റ മുഴുവൻ ട്രൂ കോളർ ചോർത്തിയെടുക്കുന്നു എന്നൊരു റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നു. ഇപ്പോഴിതാ നമ്മുടെ രാജ്യം തന്നെ ഇത്തരത്തിലൊരു സേവനം നൽകാൻ പോകുന്നു, സർക്കാർ തന്നെ നൽകാൻ പോകുന്നു. ഏതെങ്കിലും ഒരു സർക്കിളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പരീക്ഷണം ആരംഭിക്കണമെന്നാണ് ഉത്തരവ്. അധികം വൈകാതെ ദേശീയ തലത്തിൽ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നും അറിയുന്നു. മൊബൈൽ വഴിയുള്ള തട്ടിപ്പ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പുതിയ പരിഷ്കാരത്തിലൂടെ സാധിക്കുമെന്നാണ് ടെലികോം മന്ത്രാലയത്തിൻ്റെ പ്രതീക്ഷ. കോളിംഗ് നെയിം പ്രസന്റേഷൻ CNAP എന്ന് പേരിട്ടിരിക്കുന്ന പരിഷ്കാരത്തിനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി വരികയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും രാജ്യത്തെ 4G നെറ്റ്വർക്കുകളിലാകും തുടക്കത്തിൽ ഈ സൗകര്യം ഉണ്ടാകുക. ആദ്യഘട്ടത്തിൽ 2G ഫോൺ ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ ബുദ്ധിമുട്ട് കാരണമാണിത്. അടുത്ത ഘട്ടത്തിൽ 2G സിം ഉപയോഗിക്കുന്നവർക്കും സേവനം ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. 7 ദിവസത്തിനുള്ളിൽ പൈലറ്റ് പദ്ധതി തുടങ്ങണമെന്ന കർശന നിർദ്ദേശം മൊബൈൽ സേവനദാതാക്കൾക്ക് ഇപ്പോൾ ടെലികോം മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.